ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡയലോഗ് കംപ്ലീഷനകത്തുള്ള വളരെ ചെറിയ ഒരു ഗ്രാമർ പോർഷൻ ആണ്. ഒരു മാർക്കിന് മാക്സിമം പോയ 2 മാർക്കിനൊക്കെ ഹാഡ് ബെറ്റർ നിങ്ങളോട് ചോദിക്കുള്ളൂ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഡയലോഗ് കംപ്ലീഷന്റെ മുഴുവൻ മാർക്കും കിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സാധാരണഗതിയിൽ സജഷൻ കൊടുക്കാൻ, അഡ്വൈസ് കൊടുക്കാൻ, വാർണിംഗ് കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. നിനക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നിനക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നിനക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാൻ, അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഹാഡ് ബെറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ യു ഹാഡ് ബെറ്റർ എന്നും ഒരു ലോങ് ഡാഷും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോണം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാഡ് ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടോ, യു ഹാഡ് ബെറ്റർ എന്നും ഒരു ലോങ് ഡാഷും ഉണ്ട്, അതിന് താഴെ ഒരു മറുപടി ഉണ്ട്. ഈ പറഞ്ഞതിന് ഒരു മറുപടി ഉണ്ട് അല്ലെ. സോ മിക്കവാറും കേസുകളിൽ നമ്മളല്ലേ ഈ മറുപടിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്തെടുക്കുന്നത്. അതിനു മുന്നേ രണ്ട് റൂളേ ഉള്ളൂ നമ്മൾ ഹാഡ് ബെറ്റർ ഫില്ല് ചെയ്യുന്നതിന്. ഒന്നാമത്തെ കാര്യം, യു ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഒരു വെർബാണ്. ആ വെർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1 എന്നുള്ളതാണ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി ഒരു റൂൾ അല്ലെങ്കിലും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ടു എന്ന് പറയുന്നത്. ടു എന്ന് പറയുന്നത് ആ സെന്റൻസിലേ പാടില്ല എന്നല്ല പറഞ്ഞത്. ഹാഡ് ബെറ്റർ കഴിഞ്ഞ പാടെ നമ്മൾ ടു ഒരിക്കലും യൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ കം ഹോം ഏർലി എന്ന് കൊടുത്തിരിക്കുന്നല്ലോ. ഇവിടെ കം എന്ന് പറയുന്നത് എന്താ? ഇതൊരു വെർബാണ്, അത് അതിന്റെ ഫസ്റ്റ് ഫോമിലാണ്. ഇവിടെ നമ്മൾ യു ഹാഡ് ബെറ്റർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. സോ യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്സ്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ ഫോർ ദി എക്സാം, യു ഹാഡ് ബെറ്റർ ഡ്രൈവ് കെയർഫുള്ളി, യു ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത് എന്നൊക്കെ പറയുന്നിടത്ത് ഈ വെർബ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ഫോമിലാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണ്, V1 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഫ്രണ്ട് പറയാ ദെൻ യു ഹാഡ് ബെറ്റർ എന്നും ഒരു ലോങ് ഡാഷ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാർത്ത പറയാ യാ ഐ എം തിങ്കിങ് ഓഫ് കംപ്ലൈനിങ് ടു ദി ഹയർ അതോറിറ്റീസ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? നിനക്ക് ഹയർ അതോറിറ്റിയിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലായത് ഈ മറുപടി വായിച്ചപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. ഇത് 2021 SSLCയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? നമുക്ക് ആദ്യം വേണ്ടത് വെർബാണ്. സോ ഇവിടെ നമുക്ക് കൊടുക്കാം യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഫയൽ എ കംപ്ലൈന്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് ടു ദി ഹയർ അതോറിറ്റീസ് എന്ന് കൊടുക്കാം. നമുക്കിവിടെ ഫയൽ എ കംപ്ലൈന്റ് എന്ന് കൊടുക്കാം. യു ഹാഡ് ബെറ്റർ ഫയൽ എ കംപ്ലൈന്റ് ടു ദ ഹയർ അതോറിറ്റീസ് എന്നിവിടെ വരും. ഇവിടെ നമ്മൾ ഫയൽ എന്ന് പറയുന്നത് വെർബാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണ്. ഇനി അതല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ വെർബിനെ നിങ്ങൾ മുകളിലേക്ക് എടുത്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. യു ഹാഡ് ബെറ്റർ കംപ്ലൈന്റ് ടു ദി ഹയർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാലും കംപ്ലൈന്റ് നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം? ഒരു വെർബിന്റെ ഫസ്റ്റ് ഫോം ആക്കിയിട്ട് എടുക്കാം. വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കോ. സ്മിത്ത് പറയാണ് യു ഹാഡ് ബെറ്റർ എന്നും ഒരു ലോങ് ഡാഷ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാർത്ത അതിന് മറുപടി പറയുന്നു ഷുവർ I'll ask grandpa to come to the award ceremony. അപ്പൊ കൊടുത്തിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? നിനക്ക് ഗ്രാൻഡ്പയെ അവാർഡ് സെറിമണിക്ക് ക്ഷണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വരാൻ വേണ്ടി പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഉപദേശം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആസ്ക് ഗ്രാൻഡ്പ ടു കം ടു ദി അവാർഡ് സെറിമണി എന്ന് തന്നെ മുകളിലേക്ക് എടുത്ത് എഴുതാം. യു ഹാഡ് ബെറ്റർ ആസ്ക് യുവർ ഗ്രാൻഡ്പ ടു കം ടു ദി അവാർഡ് സെറിമണി. ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. 2 റൂളേ ഉള്ളൂ. ഒന്ന്, ഹാഡ് ബെറ്റർ കഴിഞ്ഞ പാടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു വെർബാണ്. ആ വെർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം. ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞ പാടെ ഒരിക്കലും നമ്മൾ ടു യൂസ് ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടില്ല. ഡയലോഗ് കംപ്ലീഷനിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുണ്ട്. WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇഫ് ക്ലോസും കൂടെ പഠിക്കാനുള്ളൂ. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മാർക്കിന് നമ്മളോട് ചോദിക്കുന്ന ഹാഡ് ബെറ്റർ ആണ്. സോ ഹാഡ് ബെറ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.